ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. റോയൽ എൻഫീൽഡ് ക്ലാസിക് 350 അങ്ങനെ ലേറ്റസ്റ്റ് ആയിട്ട് കുറേയേറെ അപ്ഡേഷനോടുകൂടി തന്നെ റോയൽ എൻഫീൽഡ് ക്ലാസിക് 350 ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഫസ്റ്റ് ഞാൻ എടുത്ത് പറയാനുള്ള ഒരു ലുക്ക് കാര്യങ്ങളിലുള്ള അപ്ഡേഷൻ എന്ന് വെച്ചാൽ അതിൻ്റെ ഹെഡ്ലൈറ്റ് തന്നെയാണ്. LED ഹെഡ്ലൈറ്റാണ് ഈ ഒരു മോഡൽ നൽകിയിട്ടുള്ളത്. ഇപ്പോൾ പ്രീവിയസ്ലി കുറേ പേര് പറഞ്ഞ നെഗറ്റീവ്സ് ആണ് ഇതുവരെ ഒരു LED ഹെഡ്ലൈറ്റ് പോലും നൽകിയിട്ടില്ല റോയൽ എൻഫീൽഡിൽ നിന്നുള്ളത്. സോ ആ ഒരു പരാതി എല്ലാം ഈ ഒരു മോഡൽ തീർത്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് കാര്യങ്ങൾ നമുക്ക് LED ആണ് നൽകിയിട്ടുള്ളത്. ടോപ്പ് എൻഡ് വേർഷനിൽ കാര്യങ്ങൾ നമുക്ക് ഇൻഡിക്കേറ്ററും അതുപോലെ തന്നെ ടെയിൽ ലൈറ്റ് കാര്യങ്ങളും LED തന്നെയാണ് നൽകിയിട്ടുള്ളത്. അതർ വേരിയൻസ് കാര്യങ്ങളിലൊക്കെ നമുക്ക് നോർമലി വരുന്ന ആ ഒരു ഹാലജൻ ഇൻഡിക്കേറ്ററും അതുപോലെ തന്നെ ഹാലജനായിട്ടുള്ള ടെയിൽ ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത്. ബട്ട് ആ ഒരു വേരിയൻറ്റിലും നമുക്ക് ഹെഡ്ലൈറ്റ് കാര്യങ്ങളെല്ലാം സെയിം തന്നെ LED ആണ് നൽകിയിട്ടുള്ളത്. പിന്നെ എഞ്ചിൻ പോർഷനിൽ നോക്കുകയാണെങ്കിൽ കാര്യമായ ചേഞ്ചും കാര്യങ്ങളൊന്നുമില്ല. 349 cc എയർ കൂൾഡ് J സീരീസ് എഞ്ചിൻ തന്നെയാണ് നൽകിയിട്ടുള്ളത്. 20.5 bhpയും 27 Nm ടോർക്കുമാണ് ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ എഞ്ചിൻ ഭാഗത്ത് യാതൊരു അപ്ഡേറ്റും ഇല്ല. പിന്നെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ചെറിയൊരു ഡിജിറ്റൽ മീറ്റർ കൺസോൾ കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത്. ബാക്കി നമുക്ക് സ്പീഡോമീറ്റർ കാര്യങ്ങളൊക്കെ അനലോഗ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. ബട്ട് നമുക്ക് ടോപ്പ് വേരിയൻറ്റ് കാര്യങ്ങളിലോട്ട് വരികയാണെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ നമുക്ക് ട്രിപ്പർ നാവിഗേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ടോപ്പിൽ വരുന്ന 2 വേരിയൻറ്റ് കാര്യങ്ങളുണ്ട്. ഒന്ന് ഫുള്ളി ഒരു മാറ്റ് ബ്ലാക്ക് വരുന്നൊരു വേരിയൻറ്റും അതിന് തൊട്ട് താഴെയുള്ള വേരിയൻറ്റ് കാര്യങ്ങളിലും നമുക്ക് ആ ഒരു ട്രിപ്പർ നാവിഗേഷൻ കാര്യങ്ങളിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഈ ഒരു സൈഡിൽ റോയൽ എൻഫീൽഡിൻ്റെ ഒരു സിമ്പിൾ കാര്യങ്ങൾ കൊടുത്തിരുന്നത് ട്രിപ്പർ നാവിഗേഷൻ കാര്യങ്ങൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ഈ ഒരു മോഡലിൽ നമുക്ക് USB ചാർജിംഗ് പോർട്ട് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. നമ്മുടെ ആ ഒരു ഹാൻഡിൽ ഗ്രിപ്പിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ആ ഒരു ചാർജിംഗ് പോർട്ട് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളത്. സോ ഇതാണ് ആ ഒരു ഫുൾ ബ്ലാക്ക് വരുന്ന ഒരു വേരിയൻറ്റ് കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു മോഡലിലാണ് നമുക്ക് ഈ ഒരു ട്രിപ്പർ നാവിഗേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് നൽകിയിട്ടുള്ളത് കേട്ടോ. ഈ ഒരു മോഡലിലാണ് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സും അതേപോലെ തന്നെ ടെയിൽ ലൈറ്റ് കാര്യങ്ങളെല്ലാം LED തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഹാലജൻ കാര്യങ്ങളൊന്നും ഈ ഒരു മോഡൽ നൽകിയിട്ടില്ല. ഫുള്ളി LED ആയിട്ട് വരുന്ന ഒരു ടോപ്പ് വേരിയൻറ്റ് തന്നെയാണിത്. അതുപോലെ തന്നെ ലിവേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു മോഡലിൽ അഡ്ജസ്റ്റബിൾ ആണ് നൽകിയിട്ടുള്ളത്. സോ അതും ഒരു അപ്ഡേഷനായിട്ട് തന്നെയാണ് ഈ ഒരു വേരിയൻറ്റിലോട്ട് റോയൽ എൻഫീൽഡ് കാര്യങ്ങൾ നൽകിയിട്ടുള്ളത്. പിന്നെ ഫ്രണ്ടിലും റയറിലും നമുക്ക് ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളാണ്. നമുക്ക് ഈ ഒരു 2 വേരിയൻറ്റിലുമാണ് നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് അലോയ് വരുന്നത്. ബാക്കി എല്ലാ മോഡൽസിലും നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് സ്പോക്ക് വീൽസ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നൽകിയിട്ടുള്ളത്. പിന്നെ ഡ്യുവൽ ചാനൽ ABS കാര്യങ്ങളാണ് ഈ ഒരു മോഡൽ നൽകിയിട്ടുള്ളത്. അത് എല്ലാ വേരിയൻറ്റിലും നൽകിയിട്ടുള്ളതെന്നാണ് മറ്റൊരു അഡ്വാൻറ്റേജ്. ഇപ്പോൾ നമുക്ക് ആ ഒരു സിംഗിൾ ചാനൽ ABS വേരിയൻറ്റ് അതുപോലെ തന്നെ ടോപ്പ് വേരിയൻറ്റ് മാത്രമല്ല ഡ്യുവൽ ചാനൽ എന്നുള്ള രീതിയിലല്ല, എല്ലാ വേരിയൻസ് കാര്യങ്ങളിലും ഡ്യുവൽ ചാനൽ ABS മസ്റ്റായിട്ട് ഒരു നൽകിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു മോഡൽ നമുക്ക് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററൊക്കെ നൽകിയിട്ടുണ്ട് കേട്ടോ. സോ അതൊരു നല്ലൊരു അപ്ഡേഷൻ കാര്യങ്ങളാണ് നൽകിയിട്ട്. പിന്നെ C-ടൈപ്പ് ചാർജിംഗ് പോർട്ട് കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത്. അത്രയും കാര്യങ്ങളാണ് മെയിനായിട്ടൊരു മേജർ അപ്ഡേഷൻ ഈ ഒരു മോഡൽ റോയൽ എൻഫീൽഡ് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു മോഡൽ 7 കളർ വേരിയൻറ്റ് കാര്യങ്ങളിൽ നിലവിൽ അവൈലബിൾ ആണ്. പിന്നെ സസ്പെൻഷൻ കാര്യങ്ങളിലൊന്നും യാതൊരു ചേഞ്ചും ഇല്ല. ഫ്രണ്ടിൽ നമുക്ക് ടെലിസ്കോപ്പിക് അതുപോലെ തന്നെ റയറിൽ നമുക്ക് ട്വിൻ സസ്പെൻഷൻ കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് മേജറായിട്ട് വന്നിട്ടുള്ള ഒരു അപ്ഡേഷൻ കാര്യങ്ങൾ. മെയിനായിട്ട് വന്നിട്ടുള്ളത് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞ LED ഹെഡ്ലൈറ്റ് കാര്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ടൈലൈറ്റും ഇൻഡിക്കേറ്റേഴ്സും നമുക്ക് ആ ടോപ്പ് എൻഡ് മോഡൽസിൽ കാര്യങ്ങൾ LED തന്നെയാണ് നൽകിയിട്ടുള്ളത്. അതർ മോഡൽസിൽ കാര്യങ്ങൾ ഹാലജൻ തന്നെയാണ് നൽകിയിട്ടുള്ളത്. പിന്നെ മെക്കാനിക്കൽ സൈഡ് കാര്യങ്ങൾ അതല്ല എഞ്ചിൻ പോർഷൻ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ സെയിം പെർഫോമൻസ് കാര്യങ്ങളൊക്കെയാണ്. അതിനകത്തൊരു അപ്ഗ്രേഡ് അല്ലെങ്കിൽ ട്യൂണിങ് കാര്യങ്ങളൊന്നും നിലവിൽ നടന്നിട്ടില്ല. സോ സെയിം J സീരീസ് എഞ്ചിൻ എയർ കൂൾഡ് കാര്യങ്ങളാണ് ഈ ഒരു മോഡൽ നൽകിയിട്ടുള്ളത്. പിന്നെ പറയുകയാണെങ്കിൽ അത് അഡ്ജസ്റ്റബിൾ ലിവേഴ്സ് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഡ്യുവൽ ചാനൽ ABS ഇൻ ഓൾ വേരിയൻസ് കാര്യങ്ങളിലാണ് നൽകിയിട്ടുള്ളത്. പിന്നെ ട്രിപ്പർ നാവിഗേഷൻ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കാര്യങ്ങളൊക്കെ നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മൾ പ്രീവിയസ്ലി കണ്ടുവരുന്ന ആ ഒരു 100 അല്ലെങ്കിൽ മെറ്റിയോറിൻ്റെ ആ ഒരു സെയിം ട്രിപ്പർ നാവിഗേഷൻ തന്നെയാണ് ഈ ഒരു മോഡലും നൽകിയിട്ടുള്ളത്. അത് ടോപ്പ് വേരിയൻറ്റ് കാര്യങ്ങൾ മാത്രമായിട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് മേജറായിട്ട് റോയൽ എൻഫീൽഡ് ഈ ഒരു ക്ലാസിക് 350 കൊണ്ടുവന്നിട്ടുള്ള ഒരു അപ്ഡേഷൻ കാര്യങ്ങൾ. സോ നിങ്ങളൊരു ക്ലാസിക് 350 നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മോഡൽസ് കാര്യങ്ങൾ നോക്കുക. കാരണം ബിഗറായിട്ടുള്ള അപ്ഡേഷൻ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഇച്ചിരി ബെറ്റർ ഓപ്ഷനായിട്ട് തോന്നുന്നത് ഈ ഒരു വേരിയൻസ് കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഷോറൂം കാര്യങ്ങളിൽ ഓൾറെഡി ഇപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങൾ അവൈലബിൾ ആയി തുടങ്ങിയെന്നാണ് അറിയാൻ സാധിച്ചത്. ഈ ഒരു മോഡലിൻ്റെ ഒരു റൈഡിംഗ് റിവ്യൂ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഡൗട്ടിൽ ക്യാൻവെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇൻസ്റ്റാ പേജിലേക്ക് DM ചെയ്യുക. സോ സീ നെക്സ്റ്റ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.